A+ട്യൂബിലേക്ക് സ്വാഗതം. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന എപ്പിസോഡാണ് ഇന്നത്തേത്. ഭൂമി തരംമാറ്റത്തിനു വേണ്ടി ഓൺലൈനായി നൽകിയിട്ടുള്ള അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് വേണ്ടി മുമ്പ് താലൂക്ക് തല അദാലത്തുകൾ സംഘടിപ്പിച്ചിരുന്നു. 2 മാസം മുമ്പാണ് ഇത്തരത്തിലുള്ള താലൂക്ക് തല അദാലത്തുകൾ വിവിധ സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചിരുന്നത്. പുതിയതായി ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ തീർപ്പാക്കുന്നതിലേക്ക് ഡെപ്യൂട്ടി കളക്ടർമാരെ പലയിടത്തും നിയോഗിച്ചിരുന്നു. അവരുടെയൊക്കെ നേതൃത്വത്തിൽ തന്നെ ഭൂമി തരംമാറ്റ അപേക്ഷകൾ ഓൺലൈനായി ലഭിച്ചത് അദാലത്ത് മുഖേന വളരെയധികം തീർപ്പാക്കൽ നടത്തിയിരുന്നു. ഇപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായി ഓഫ്ലൈൻ അപേക്ഷകളും അദാലത്ത് മുഖേന തീർപ്പാക്കുന്നതിനുള്ള നടപടി എറണാകുളത്ത് ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനു വേണ്ടിയുള്ള സാങ്കേതിക നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ എറണാകുളത്താണ് ആദ്യം ഇത് നടക്കുന്നതെങ്കിലും തുടർന്ന് സംസ്ഥാനത്തെ വിവിധ താലൂക്കുകളിലും ഇത് നടത്താനാണ് തീരുമാനം. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് റവന്യൂ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന പഴയ അപേക്ഷകളാണ് ഇപ്പോൾ അദാലത്ത് മുഖേന തീർപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്നതിനു മുമ്പ് ഓഫ്ലൈനായി നിരവധി ആളുകൾ അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ഓഫ്ലൈൻ അപേക്ഷകൾ കെട്ടിക്കിടക്കുമ്പോൾ ഓൺലൈനായി ലഭിച്ചിട്ടുള്ള അപേക്ഷകൾ മാത്രം വേഗതയാർന്ന അദാലത്തിലൂടെ തീർപ്പ് കൽപ്പിച്ചതിൽ പരാതികൾ ഉയർന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൊച്ചി കണയന്നൂർ താലൂക്കിൽ ആദ്യമായി ഓഫ്ലൈൻ അപേക്ഷകൾ തീർപ്പാക്കാനുള്ള അദാലത്ത് വരാൻ പോകുന്നത്. ഫോർട്ട് കൊച്ചി RDO ഓഫീസിൽ കിടന്നിരുന്ന പഴയ അപേക്ഷകളൊക്കെ തന്നെ പുതിയ കളക്ടറേറ്റിലേക്ക് കൈമാറുകയുണ്ടായി. ഇവയാണ് തീർപ്പാക്കാനായിട്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഓൺലൈൻ ഭൂമി തരംമാറ്റ അപേക്ഷകൾ 3000-ഓളം തീർപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് എറണാകുളത്ത് മാത്രം. ഓഫ്ലൈൻ അപേക്ഷകൾ കണയന്നൂർ താലൂക്ക് പരിധിയിൽ മാത്രം 7000-ഓളം കെട്ടിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഏകദേശം പകുതിയെങ്കിലും തീർപ്പാക്കാനാണ് പുതിയ അദാലത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ കെട്ടിക്കിടക്കുന്ന അപേക്ഷകളിൽ മിക്കവാറും അപേക്ഷകളിന്മേൽ വില്ലേജ് ഓഫീസുകളുടെയും കൃഷിഭവനുകളുടെയും റിപ്പോർട്ടുകൾ ലഭിച്ച് കഴിഞ്ഞവയാണ്. പക്ഷേ ഇതുവരെ അതിനുള്ള ഡിസ്പോസൽ എന്ന ഭാഗത്തേക്ക് ഈ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. അതിന്മേലുള്ള തീർപ്പാക്കലാണ് ഇപ്പോൾ ഓഫ്ലൈൻ അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ അദാലത്ത് നടത്തി തീർപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേക അദാലത്ത് ആദ്യമായി നടക്കുന്നത് ഇപ്പോൾ എറണാകുളത്താണ്. ഇതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ സ്കാൻ ചെയ്ത് കഴിഞ്ഞു. അത് കമ്പ്യൂട്ടറിലേക്ക് എൻട്രി വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. 10,000-ഓളം അപേക്ഷകൾ കണയന്നൂർ താലൂക്കിൽ മാത്രമായി ഇപ്പോൾ കെട്ടിക്കിടപ്പുണ്ട്. ഇത് കൂടാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അപേക്ഷകളും ഇപ്പോൾ കൂടുതലായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് പലരും ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നത്. പലരും സ്വന്തം ഭൂമിയുടെ പ്രമാണങ്ങൾ പരിശോധിച്ച് അത് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണോ അല്ലെങ്കിൽ ആധാരത്തിൽ ഭൂമി നിലമായോ തണ്ണീർത്തടമായോ ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള വിവരം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്നാൽ വസ്തു കൈമാറ്റം നടത്തുന്ന സമയത്തോ ആ സ്ഥലങ്ങളിൽ വീട് നിർമ്മിക്കുന്നതിന് പെർമിറ്റിന് അപേക്ഷിക്കുന്ന സമയത്തോ മാത്രമാണ് പലരും ഇതിനെക്കുറിച്ച് അറിയാൻ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദിനം പ്രതി സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ ഇപ്പോൾ അപേക്ഷകൾ പലരും നൽകി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അദാലത്തുകൾ ഓഫ്ലൈനിൽ നടത്താൻ കൊച്ചിയിൽ ആരംഭിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലും ഇത് വ്യാപകമായി സംഘടിപ്പിക്കാനുള്ള ആലോചനയും ഉണ്ട്. ഇത് സംബന്ധിച്ച് തരം മാറ്റത്തിന്
25 സെൻറ്റ് കഴിഞ്ഞു വരുന്ന ഭൂമിക്ക് ഫീസ് അടയ്ക്കണം എന്നുള്ള കാര്യം ഇപ്പോഴും സുപ്രീം കോടതിയിൽ തീർപ്പാക്കാതിരിക്കുന്ന സാഹചര്യത്തിലാണ് പലരും നേരത്തെ തന്നെ കൊടുത്തിട്ടുള്ള അപേക്ഷകളിൽ സ്പീഡാക്കുന്നതിന് വേണ്ടി വൈകിപ്പിക്കുന്നത്. ചിലർ ഭൂമി വിൽക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയിൽ നിന്നും ഈ അപേക്ഷകൾ വേഗം തീർപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ഉത്തരവ് വാങ്ങുന്നുണ്ട്. ഇത്തരത്തിൽ ഫയൽ ചെയ്യപ്പെടുന്ന കേസുകളിൽ 2 മാസത്തിനകം തീർപ്പാക്കണം എന്ന് മാത്രമാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകാറുള്ളത്. അങ്ങനെ നിർദ്ദേശം കിട്ടുമ്പോൾ അത് ഈ തീർപ്പാക്കലിന് ഗുണകരമായി വരും എന്ന് ചിലർ കരുതിയിരിക്കുന്നുമുണ്ട്. എന്നാൽ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുന്നത് ഉചിതമായിരിക്കും. നിങ്ങൾ നൽകിയിട്ടുള്ള അപേക്ഷകളുടെ മെരിറ്റ് അടിസ്ഥാനത്തിൽ മാത്രമേ കളക്ടറേറ്റുകളിലും RDO ഓഫീസുകളിലും തീർപ്പാക്കൽ നടക്കുകയുള്ളൂ. മറിച്ച് അതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് ലഭിച്ചു എന്ന് വരില്ല. അപേക്ഷകളുടെ തീർപ്പാക്കൽ വേഗത്തിലാക്കാൻ വേണ്ടി മാത്രം ഹൈക്കോടതി ഉത്തരവുകൾ പലരും വാങ്ങി അതിനനുസരിച്ച് അപേക്ഷകൾ സ്പീഡ് ചെയ്യുന്നതിന് വേണ്ടി നീക്കം നടത്താറുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം മാത്രമേ ഹൈക്കോടതി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ RDOമാർ കൈക്കൊള്ളാറുള്ളൂ. കൃഷി ഓഫീസറുടെയും വില്ലേജ് ഓഫീസറുടെയും റിപ്പോർട്ടുകളുടെ മെരിറ്റ് നോക്കി മാത്രമായിരിക്കും തീരുമാനം ഉണ്ടാവുക. എന്തായാലും ഇത് സംബന്ധിച്ച് സംസ്ഥാനത്ത് എവിടെ നിന്നായാലും ഉണ്ടാകുന്ന അപ്ഡേറ്റുകൾ ഈ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നതാണ്. ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ ഫോളോ ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് 6 മണിക്കുള്ള എപ്പിസോഡുകളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ മുഖേന പ്രത്യേകം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഓപ്റ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.